ഹാൻഡിലില്ല, ബ്രേക്കില്ല, ബെല്ലില്ല, ചെയിനില്ല, ഒരു വീലില്ല, ക്യാരിയറില്ല, ഒന്നുമില്ല. എന്തെങ്കിലും ഒരു പെയിൻ ഫാക്ടർ ഉണ്ടോ ഇതിലേക്ക്? ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മലയാളികൾ നല്ല ആൾക്കാരാണ്. നല്ല ആൾക്കാരാണ്. ശരിക്കും നിങ്ങൾക്ക് ദൈവത്തെ നേരിട്ട് കാണണമെങ്കിൽ, തൊടണമെങ്കിൽ, ദൈവത്തിനൊരു കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണമെങ്കിൽ അമ്മയ്ക്കൊരു ഉമ്മ കൊടുത്താൽ മതി. ഏതൊരു കാര്യമായാലും പ്രാക്ടീസിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നമസ്കാരം. മിറക്കിൾ ടോക്ക് ഷോയുടെ മറ്റൊരു മനോഹരമായിട്ടുള്ള എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ജോബ് ജേക്കബ്, മിറക്കിൾ മൈൻഡ്സ് കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി ക്ലിനിക്കിൻ്റെ ഫൗണ്ടറാണ്. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ്, ഒരു കുഞ്ഞ് എപ്പിസോഡാണ്. കാരണം നമ്മുടെ കേരളത്തിൻ്റെ 14 ജില്ലകളിൽ, അതായത് ട്രിവാൻഡ്രത്തിൻ്റെ അങ്ങേയറ്റമായ പാറശാല മുതൽ കാസർഗോഡ് വരെ 20 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ സൈക്കിളിൽ പോവാണ്. അപ്പോൾ ഓർക്കും സൈക്കിളിൽ പോയാൽ ഇത്ര വലിയ സംഭവമൊന്നും അല്ലല്ലോ, പലരും പോയിട്ടുണ്ടല്ലോ. പക്ഷേ ഈ സൈക്കിളിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന് ബെല്ലില്ല, ബ്രേക്കില്ല, ചെയിനില്ല, 2 വീലില്ല, ഒറ്റ വീലേ ഉള്ളൂ. ആകെപ്പാടെ ഉള്ളത് ഒരു വീലും പെഡലും സീറ്റും മാത്രം. അതേൽ ഒരു ചെറുപ്പക്കാരൻ യാത്ര ചെയ്ത് അദ്ദേഹം ഇപ്പം 7 ജില്ലകൾ കഴിഞ്ഞിപ്പോൾ എറണാകുളത്തെത്തി യാദൃശ്ചികമായിട്ട് അദ്ദേഹത്തെ കണ്ടുമുട്ടി. അപ്പോൾ എനിക്ക് തോന്നി ഒരു പോഡ്കാസ്റ്റ്, ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. പേര് അബി. വെൽക്കം അബി. വെൽക്കം. അബിയെ യാദൃശ്ചികമായിട്ടാണ് നമ്മൾ കണ്ടുമുട്ടിയത് എറണാകുളത്ത്. ഞങ്ങളുടെ നാട്ടിൽ കൂടെ പോയപ്പം അബി ഇങ്ങനൊരു പരിപാടി ചെയ്യുന്നതൊരു വലിയൊരു സംഭവമാണ്. അപ്പം അബിയെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. എന്നെ ഈ പോഡ്കാസ്റ്റിന് വിളിച്ചതിന് എനിക്ക് സന്തോഷമാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഒരു പോഡ്കാസ്റ്റ് ആണല്ലേ? ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സ്റ്റുഡിയോയിലൊരു വീഡിയോ ഒക്കെ എടുക്കുന്നത്. വണ്ടർഫുൾ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര തരംഗമായിരിക്കുക ഒരു കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട്, അല്ലേ? ആൾക്കാരെ വരുന്ന വഴിയിൽ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ആൾക്കാരൊക്കെ അറിഞ്ഞു തുടങ്ങി. അപ്പോൾ എനിക്ക് അറിയേണ്ട ഇന്ന് ഈ ഫ്ലോറിലേക്ക് വിളിക്കാനായിട്ട് ഒരു 2-3 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. 20 വയസ്സാണ് അബിക്കിപ്പം, അല്ലേ? അബി വിദ്യാഭ്യാസം എവിടം വരെ ചെയ്തു? ഞാൻ BBA കഴിഞ്ഞു, ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. ഡിഗ്രി കഴിഞ്ഞു, 12th കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് BBAക്ക് പോയി. BBA കഴിഞ്ഞു. അതായത് BBA കഴിഞ്ഞിട്ട് പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഈ പരിപാടിക്ക് വേണ്ടി ഇറങ്ങിയത്. എന്താണ് ഒരു സ്പാർക്ക് ഉണ്ടായേ ഇങ്ങനൊരു സാധനം ചെയ്യണം? +1 പഠിക്കുമ്പോഴാണ് ഈ യൂണിസൈക്കിളിനെ കുറിച്ച് അറിയുന്നത്. അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ട് അങ്ങനെ ഒരിത് തോന്നി, പഠിക്കണമെന്ന് തോന്നി. അപ്പോൾ 2 വട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു, ബസ് സക്സസ് ആയില്ല. പിന്നെ വർക്കും കാര്യങ്ങളും പഠനത്തിൻ്റെ ഉള്ള ഇതോട്ട് മാറി. പിന്നെ രണ്ടാമതാണ് കോളേജ് ലാസ്റ്റ് ഇയർ ആയപ്പോഴാണ് വീണ്ടും ചെയ്തെടുക്കുന്നത്. 2 വട്ടം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 2 വട്ടം വീട്ടിൽ നിന്ന് ഇറങ്ങിയോ ഇങ്ങനത്തെ പരിപാടിക്ക് വേണ്ടി? 2 വട്ടം ചെയ്യാനായിട്ട് ഇറങ്ങി. എന്നിട്ട് സക്സസ് ആയില്ല. അത് ഓരോ അലൈൻമെന്റ് പ്രോബ്ലം വന്ന് അങ്ങനെ ഫെയിൽഡായി. ഓക്കെ. ഈ സൈക്കിളിന്റെ പ്രശ്നം ഉണ്ടായിട്ട് എങ്ങനെയാണ് ഇതിന്റെ ഒരു മാനസികാവസ്ഥ? എങ്ങനെയാണ് ഇതിങ്ങനെ പോരുവാണ്? വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആ സമയമൊക്കെ ഒന്ന് പറയാമോ? വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആ സമയം എന്ന് വെച്ചാൽ 11 മണിക്കൊക്കെയാണ് ഇറങ്ങുന്നത്. രാവിലെ 11 മണിക്കൊക്കെയാണ്. നേരത്തെ പ്രിപ്പയർ ചെയ്തോ? ഇല്ല, പ്ലാനൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നു. അതായത് പ്ലാൻ ഉണ്ടായിരുന്നു. അതായത് ഒരു 2 മാസം കഴിഞ്ഞിട്ട് പോകാന്നുള്ള ഒരു പ്ലാൻ ആയിരുന്നു. പ്രോപ്പറായിട്ടെല്ലാം റെഡിയാക്കിയതിനു ശേഷം പോവാന്ന്. അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും നോക്കാം എന്നുള്ള രീതിക്കാണ് ഞാൻ ഇറങ്ങിയത്. 500 രൂപ അമ്മ തന്ന പൈസയും കൊണ്ടാണ് ഇറങ്ങിയത്. 500 രൂപ ആയിട്ട് ഇറങ്ങുന്നത്? 500 രൂപ ആയിട്ട്. അത് ശരി. അമ്മ അതിൽ കൂടുതൽ പൈസ തന്നില്ലേ? തന്നായിരുന്നു, വാങ്ങിച്ചില്ല. ഒരു ആദ്യത്തെ ഒരു മൂവ് ചെയ്യാനുള്ള ഒരു 500 രൂപ മാത്രമേ വാങ്ങിച്ചുള്ളൂ. ആണോ? അത് ശരി. 500 രൂപ ആയിട്ടാ പോന്നെ? 500 രൂപ ആയിട്ട് ഇറങ്ങിയത് വീട്ടിൽ. ഇപ്പൊ 7 ഡിസ്ട്രിക്ട് കഴിഞ്ഞു. ഇപ്പൊ എറണാകുളത്തെത്തി. 500 രൂപ കൊണ്ട് ഏതായാലും എറണാകുളം വരെ എത്തത്തില്ല. ഇല്ല. എങ്ങനെയായിരുന്നു? എല്ലാ ആൾക്കാരെ സപ്പോർട്ടാ മൊത്തം. ഞാൻ പ്രതീക്ഷിച്ചു ഞാൻ എന്തെങ്കിലും വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ള രീതിക്കാണ് ഇറങ്ങിയത്. അതായത് ജോലി ചെയ്ത് ട്രാവൽ ചെയ്യാന്നുള്ള രീതിക്കാണ് ഇറങ്ങിയത്. പക്ഷെ ഇവിടെ വന്നപ്പോ കഥകളൊക്കെ എല്ലാം മാറി. വീട്ടിലാരൊക്കെയാ ഉള്ളേ? വീട്ടില് അമ്മയും അച്ഛനും അച്ഛൻ്റെ അച്ഛനും ഉണ്ട്. ചേച്ചി മാരേജ് ആയി. അച്ഛൻ എന്താ ജോലി? അച്ഛന് മേസ്ത്രി പണിയായിരുന്നു. ഇപ്പൊ വീട്ടില ഹാർട്ട് അറ്റാക്ക് ആയിട്ട് 2 വർഷം കൊണ്ട് വീട്ടില. ഓ ശരി. അമ്മയോ? അമ്മ കാഷ്വാലിറ്റി ഫാക്ടറി ജോലി ചെയ്യുക. ഇപ്പോഴും അമ്മ ജോലി ചെയ്യുന്നുണ്ട്? അമ്മ എപ്പോഴും പോകുന്നുണ്ട്. അബി പഠിക്കുന്ന കൂട്ടത്തിൽ ജോലിയും ചെയ്യുന്നുണ്ടായിരുന്നല്ലേ? എത്ര ക്ലാസ് തൊട്ടാ ഒരു പാർട്ട് ടൈം ജോലിയൊക്കെ തുടങ്ങി? പാർട്ട് ടൈം ജോബ് തുടങ്ങിയത് ഒരു 10ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ട് ജോബ്. ചെറിയ വയസ്സ് തൊട്ട് പോവും ചെറിയ പണിക്കൊക്കെ. പിന്നെ നല്ല പണിക്കൊക്കെ ഒരു അത്യാവശ്യം സാലറി കിട്ടാൻ കണക്കുന്ന പണിക്ക് 10ാം ക്ലാസ് കിട്ടുക. എന്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് ഇതുവരെ? ഞാൻ ടവറിന്റെ പണിക്ക് പോയിട്ടുണ്ട്. പിന്നെ ടവറിന്റെ പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ടവറിന്റെ മുകളിലെ RRI ഒക്കെ ചേഞ്ച് ചെയ്യുന്ന പണി, ഗ്രേഡ് ചെയ്യുന്ന, അതിന് പോയിട്ടുണ്ട്. പിന്നെ കാറ്ററിങ്, പിന്നെ കോൺക്രീറ്റിന് പോയിട്ടുണ്ട്. അങ്ങനെ പല പണിക്കും. ഈ 20 വയസ്സിനകത്ത്
കേറ്ററിങ്, ടവറിന്റെ പണി, കോൺക്രീറ്റ്, പിന്നെ ഒരുപാട് പണി അങ്ങനെയൊന്നുമില്ല. ആര് വിളിച്ചാൽ എന്ത് പണിക്കായാലും അങ്ങനെ പോക്കറ്റ് മണിക്ക് വേണ്ടി ലീവ് ദിവസങ്ങളിലൊക്കെ പോകും. എന്ത് പണിക്കായാലും പോകും. അടിപൊളി. എന്ന് പറഞ്ഞാൽ നമ്മുടെ കൾച്ചറിൽ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പിള്ളേരൊക്കെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് മാസ്റ്റർ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് സാധാരണ ജോലി ചെയ്യുന്നത്. വെസ്റ്റേൺ കൾച്ചറിലാണ്. ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് UK ചെയ്തത്. അപ്പോൾ അവിടെയൊക്കെ 16 വയസ്സ് തൊട്ടൊക്കെ പാർട്ട് ടൈം ജോലി ചെയ്യാം. പഠിച്ചുകൊണ്ട് ജോലിയും ചെയ്ത് അവർക്ക് മുമ്പോട്ട് അവരുടെ പൈസ ഉണ്ടാക്കാം. സോ ആ ഒരു കൾച്ചറിലേക്ക് കൊണ്ടുവരാനായിട്ടാണോ ഇതൊക്കെ? എൻ്റെ ഒരു ആഗ്രഹം, എനിക്ക് എന്തെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ ഞാൻ തന്നെ പൈസ ഉണ്ടാക്കി വാങ്ങുന്നതല്ലേ നല്ലത്. അടിപൊളി. ആ ഒരു ഇതാണ്. ഈ ഡിഗ്രി പഠിക്കുന്ന സമയത്തെ, BBA പഠിക്കുന്ന ഈ സമയത്ത് എന്തൊക്കെ പണികളാണ് ചെയ്തുകൊണ്ടിരുന്നത്? BBA ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു വെജിറ്റബിൾ ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. പിന്നെ ചിക്കൻ ഷോപ്പ് തുടങ്ങി. സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് വന്നുകൊണ്ട് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി. സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങി, ചിക്കൻ ഷോപ്പ്. പിന്നെ ജീവനെ കൊല്ലാനുള്ള ഒരു മടി കാരണം അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഫയർവുഡ് ഷോപ്പ്, വിറക് കച്ചവടം. കോഴിയൊക്കെ കൊല്ലുന്ന വിഷമാ. ചെറിയൊരു ഇതാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത പണി നമ്മൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അഭിപാവം അല്ലേ? ആ പണി അറിയാന്നുള്ളത് അച്ഛൻ ലോക്ക്ഡൌണിൽ അങ്ങനെ ഇറച്ചി കട ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പണി അറിയാന്നുള്ളതുകൊണ്ട് തുടങ്ങിയാണ്. പിന്നെ തുടങ്ങിയ ശേഷം അതിനോടുള്ള ഒരു വലിയ താല്പര്യം ഇല്ല. അതിനുശേഷം സ്റ്റോപ്പ് ചെയ്തു. അത് ശരി. കോഴിക്കട നിർത്തി. അത് കഴിഞ്ഞിട്ട് എന്ത് തുടങ്ങി? അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ആട്ടോ ഒക്കെ എടുത്ത് ആട്ടോ ഓടാൻ തുടങ്ങി. ഓട്ടോ ഓടിക്കാൻ തുടങ്ങി. 18 വയസ്സ് കഴിഞ്ഞു. 18 വയസ്സ് കഴിഞ്ഞു. ലൈസൻസ് ഒക്കെ കിട്ടി. എന്നിട്ട് സ്വന്തമായിട്ട് ഓട്ടോ ഓടിച്ചു. അടിപൊളി. അപ്പോൾ ഈ കോളേജിൽ പോകണ്ടേ രാവിലെ? രാവിലെ 9 മണിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഓട്ടോ എപ്പോൾ ഓടിക്കും? രാവിലെ അതിന് മുന്നേ ആൾക്കാർ വിളിക്കുന്ന ടൗണാണ്. അപ്പം മാക്സിമം ഫോൺ വഴിക്കുള്ള ഓട്ടങ്ങളൊക്കെയാണ്. പിന്നെ വൈകുന്നേരം ഓടിക്കും. പിന്നെ ലീവ് ഡേയ്സ് ഒക്കെ. ശരി. എന്നിട്ട് ഓട്ടോ ഓടിച്ച് മെച്ചം ഉണ്ടാക്കിയോ? കൊള്ളായിരുന്നു. അവിടെ നല്ല സപ്പോർട്ടുണ്ട് ആൾക്കാരൊക്കെ. ആണല്ലേ? പിന്നെ വേറെ എന്ത് ജോലിയൊക്കെ ചെയ്ത് ഡിഗ്രി പഠിച്ചപ്പോൾ? വേറെ പിന്നെ വിറവ് കച്ചവടം തുടങ്ങി. സ്വന്തമായിട്ട് തന്നെ. പിന്നെ എല്ലാം സ്വന്തമായിട്ടായിരുന്നു. അപ്പം കോഴിക്കച്ചവടം നിർത്തി. അത് കഴിഞ്ഞിട്ട് ഓട്ടോ മേടിച്ചു. ഓട്ടോ ഓടിക്കുകയാണ്. അതിന്റെ കൂടെ വേറൊരു ബിസിനസ്, ചെറിയൊരു ഇൻകം കൂടെ കിട്ടുമെന്ന് പറഞ്ഞാണ് വിറവ് കച്ചവടം തുടങ്ങി. മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം അല്ലേ? പല സ്ഥലത്തു നിന്നാണ് ഇൻകം ഉണ്ടാക്കുന്നത്. വിറവ് കച്ചവടം തുടങ്ങി. അതിപ്പോഴും നടക്കുന്നുണ്ടോ? അതിപ്പോഴും നടക്കുന്നുണ്ട്. ഓട്ടോ ഇപ്പം വീട്ടിലുണ്ട്. ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് തിരിച്ചു പോയി ഓട്ടോ ഓടിക്കും. അടിപൊളി. വിറക് കച്ചവടം എങ്ങനെയുണ്ട്? ലാഭമാണോ? വിറക് കച്ചവടം അത്യാവശ്യം ലാഭമാണ്. ഈ വിറക് കച്ചവടം, ഓട്ടോ ഓടിക്കുന്നു, വേറെ കുറേ പരിപാടികളൊക്കെ ചെയ്യുന്നു, അതിൻ്റെ ഇടയ്ക്ക് പഠിക്കാനൊക്കെ സമയം കിട്ടിയോ? അത്യാവശ്യമൊക്കെ. ഇങ്ങനെ വലുതായിട്ട് പഠിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ. 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു. അതിനെല്ലാം പാസ്സായി. പിന്നെ ഡിഗ്രിക്ക് കയറി. ഇപ്പം ഡിഗ്രി 3 വർഷം കംപ്ലീറ്റ് ചെയ്തു. കുറച്ച് അരിയേഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് എഴുതിയെടുക്കാം. തോൽവിയൊന്നും ഒരു പ്രശ്നമല്ല. തോറ്റാലും നമുക്ക് ഗിവ് അപ്പ് ചെയ്യല്ലേ, അത്രേ ഉള്ളൂ അല്ലേ? ഡിഗ്രി ആകുമ്പോൾ നമുക്ക് വീണ്ടും എഴുതിയെടുക്കാമല്ലോ. അരിയേഴ്സ് ഉള്ള എല്ലാം പരീക്ഷ എഴുതിയോ? പരീക്ഷയൊക്കെ എഴുതിയിട്ടുണ്ട്. റിസൾട്ട് വന്നിട്ടില്ല. ഇപ്പോൾ എക്സാം കഴിഞ്ഞ് ഉടൻ തന്നെ യാത്ര അങ്ങ് തുടങ്ങി. ആണല്ലേ? ഇപ്പം BBA എടുത്തു. ഈ അരിയേഴ്സ് എഴുതി റിസൾട്ട് വന്നിട്ടേ എൻ്റെ ഒരു സജഷനാണ് കേട്ടോ, ഇൻ കേസ് അതിനകത്ത് എന്തെങ്കിലും തോറ്റിട്ടുണ്ടെങ്കിലും ഗിവ് അപ്പ് ചെയ്യല്ലേ, ഡിഗ്രി ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പം ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേന് ഇപ്പോൾ അബി കണ്ടോണം, അബി അങ്ങ് ഭയങ്കര ഫേമസ് ആകും. അബിക്ക് ഒരു ആൾക്കാരുടെ ഒരു അക്സെപ്റ്റൻസ് ഇതെല്ലാം ഇനിയും ഭയങ്കരമായിട്ട് ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് നമ്മുടെ വിദ്യാഭ്യാസം മറന്നു പോലെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. സോ ഇപ്പം എറണാകുളത്തെത്തി. അപ്പം വീട്ടിൽ നിന്ന് പോന്നപ്പോഴത്തേക്കിന് അച്ഛനോട് യാത്രയൊക്കെ പറയുമ്പോൾ എങ്ങനെയായിരുന്നു ആ രംഗമൊക്കെ? ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. അതായത് മിസ് ചെയ്യുന്നുള്ള ആ ഒരു. അമ്മ പോകണ്ടെന്നൊന്നും പറഞ്ഞില്ലേ? ആരും പോകണ്ടെന്നൊന്നും അങ്ങനെ എതിർക്കില്ല. പിന്നെ സപ്പോർട്ടായിട്ട് പോയിട്ട് വന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങി. ആ ഒരു ഇതില് അനുവാദം ചോദിച്ചില്ല. നമ്മള് പോവാന്ന് പറഞ്ഞാൽ പറഞ്ഞു. അമ്മയ്ക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. മുഖത്ത് ഞാൻ കണ്ടായിരുന്നത്. എന്നാലും അമ്മ 500 രൂപ തന്നു. 500 രൂപ കൂടുതൽ തന്നെ മേടിക്കാൻ കൂടുതൽ തന്നായിരുന്നു. അവരെ ബുദ്ധിമുട്ടിച്ച് നമ്മൾ അങ്ങനെ പോകുന്നത് ശരിയല്ലല്ലോ. അല്ല, നമ്മള് ഓട്ടോ ഓടിച്ചൊക്കെ പൈസ ഇല്ലായിരുന്നോ? പൈസ ഇതിലൂടെ ട്രാവൽ ചെയ്ത് പൈസ ഉണ്ടാക്കി അങ്ങനെ ട്രാവൽ ചെയ്യാന്നുള്ള അങ്ങനെ. അപ്പം നമുക്ക് പൈസ ഉണ്ടായിരുന്നു, പക്ഷെ അത് വേണ്ടാന്ന് വെച്ചു. ഇതിനകത്തൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ജോലി ചെയ്ത് എക്സ്പീരിയൻസ്. ഇത് ഇങ്ങനെ ഇറങ്ങാനായിട്ടുള്ളതിന്റെ ഒരു ഉദ്ദേശം എന്താ? നമുക്കൊരു ഒന്ന് ഫേമസ് ആണോന്നാണോ അതോ? യൂണിസൈക്കിൾ ഡ്രൈവ് ചെയ്യുന്ന വെച്ചാൽ ഒരു ഭയങ്കര ഒരു ഇതാണ്. അവിടെ തന്നെ ഞാൻ നാട്ടിൽ തന്നെ ഡെയിലി ഓട്ടിക്കാറുണ്ട്. സമയം കിട്ടും പോലെ, ഈ ഇതിൻ്റെയൊക്കെ ഇടയിൽ സമയം കിട്ടും പോലെ ഞാൻ ഓട്ടിക്കും. ഒരു 3-6 കിലോമീറ്റർ അല്ലെങ്കിൽ 8-16 കിലോമീറ്റർ ഒക്കെ ഇങ്ങനെ ഓട്ടിക്കും, അപ്പ് ആൻഡ് ഡൗൺ. അപ്പം അത് ഓട്ടിക്കുമ്പോൾ ഒരു തനി ഫീലാ കിട്ടുന്നത്, സന്തോഷം. ആൾക്കാർ നോക്കുമ്പോഴും അവര് മനസ്സിന്റെ അകത്ത് എന്തോ ഒരു സന്തോഷം, അറ്റൻഷൻ കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അപ്പം അത് ഡ്രൈവ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടം. അപ്പം അതിന് ആദ്യം ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നോർമൽ സൈക്കിൾ ട്രാവൽ ചെയ്യുന്നതാണ് ആദ്യത്തെ ഒരു ആഗ്രഹം.
പിന്നെ ഇതിലോട്ട് വന്നതിന് ശേഷം ഇതിൽ തന്നെ നമുക്ക് പോയേക്കാം എന്നുള്ള രീതിക്ക് ഇതിൽ തന്നെ ഇറങ്ങി. അങ്ങനെ ആക്കി. ഞാനൊരു കാര്യം പേഴ്സണലായിട്ടൊന്ന് ചോദിക്കുവാണ്, എന്തെങ്കിലും ഒരു പെയിൻ ഫാക്ടർ ഉണ്ടോ ഇതിലേക്ക്? ഉണ്ട്. ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ഇതിലോട്ട് മൊത്തം ഞാൻ പറഞ്ഞില്ലേ 2 വട്ടം ട്രൈ ചെയ്യുന്നു. അതായത് ആദ്യം ഒരു യൂണിസൈക്കിൾ തന്നെ ഉണ്ടാക്കി എന്നിട്ട് അത് ശരിയായില്ല. പിന്നെ ഈ ലവിലായിരുന്നു ഫുൾ കോൺസെൻട്രേഷൻ ഒക്കെ. ആ സമയത്താണ് ഈ വർക്കിലായിരുന്നു കോൺസെൻട്രേഷൻ. പിന്നെ അടുത്ത വീണ്ടും ബ്രേക്കപ്പ് ആയതിനു ശേഷമാണ് രണ്ടാമത് ഇദ്ദേഹം വന്നത്. ആദ്യം ഒരെണ്ണം ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് അത് ശരിയായില്ല. രണ്ടാമത് വീണ്ടും ഉണ്ടാക്കി, അത് ശരിയായില്ല. ഇത് മൂന്നാമത്തെ സൈക്കിളാ. ഇത് ആരെങ്കിലും ഉണ്ടാക്കി തന്നാണോ? ഇത് പറഞ്ഞ് ചെയ്ത് വാങ്ങിച്ചേട്ടാ. കിട്ടിയതാ? ഇത് കോയമ്പത്തൂർ എന്ന് തോന്നുന്നു, ഒരു കാർത്തിക് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വാങ്ങിച്ചത്. എത്ര രൂപ കൊടുത്തിന്? 600. ഈ സൈക്കിളിന് 6500. ഓക്കെ. എന്നിട്ട് ബ്രേക്കപ്പായി. വിഷമായോ? പിന്നെ സങ്കടമുണ്ട്. പക്ഷേ ഞങ്ങളുടെ ക്ലിനിക്കിലെ മിറക്കിൾ മൈൻഡ്സിൽ കുറേ ആൾക്കാർ ഈ ബ്രേക്കപ്പായിട്ട് അവരുടെ ജീവിതം എല്ലാം ഭയങ്കരമായിട്ട് ഡിപ്രഷനിലേക്ക് പോയി. ചില ആൾക്കാർ മദ്യവും മയക്കുമരുന്നും ഒക്കെ എടുക്കുകയും അവരുടെ പഠിത്തമൊക്കെ ഉഴപ്പുകയും ജീവിതം തന്നെ അങ്ങ് തകരുന്ന ഒരു ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ അബി മദ്യമൊന്നും യൂസ് ചെയ്യുന്നില്ല? അല്ല, ഒന്നുമില്ല. ഇതുവരെയ്ക്കും ഒരു പരിപാടിയില്ല. ബ്രേക്കപ്പ് ആയപ്പോൾ 2 എണ്ണം അടിക്കണം തോന്നിയില്ല? അയ്യോ, ഒന്നുമില്ല, അങ്ങനെ തോന്നിയില്ല. ഇല്ല, അങ്ങനെ തോന്നരുത് നമുക്ക്. അവരെ മുന്നിൽ നമ്മൾ നന്നായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അവർക്ക് ഫീൽ ചെയ്യണം ഇങ്ങനത്തെ ഒരാളെ നമ്മൾ മിസ് ചെയ്തല്ലോ എന്നുള്ളത്. ആണ് എൻ്റെ മൈൻഡിൽ. ആ വ്യക്തിയോടൊരു ദേഷ്യം വല്ലതും ഉണ്ടോ? ദേഷ്യമൊന്നുമില്ല. പക്ഷെ ആ സാഹചര്യത്തോടൊരു വെറുപ്പുണ്ട്. വെറുപ്പ് വേണ്ട, നമുക്കൊരു വൈരാഗ്യം എന്നുള്ള ഒരു ഇതുണ്ട് എനിക്ക്. അത് ഉണ്ട്. അപ്പൊ ആ ഒരു വിഷമം തീർക്കാനായിട്ട് ഈ യൂണിസൈക്കിൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. എത്ര മാസം പ്രാക്ടീസ് ചെയ്തു? 1 മാസത്തിന് പഠിച്ചെടുത്തു. പിന്നെ 6 മാസത്തോളം ഡെയിലി ചവിട്ടും. അപ്പൊ ആ വിഷമം എല്ലാം കൂടി ഇതിനിട്ടങ്ങ് തീർത്തു. എന്നിട്ട് അവിടെ നിന്ന് പോന്നു. അബിക്കറിയാവോ, ഞാനാണെങ്കിൽ ഇന്നലെ ഒന്ന് സെർച്ച് ചെയ്തായിരുന്നു. അബി അവിടെ നിന്ന് പോരുമ്പം എല്ലാവരോടും പറഞ്ഞിട്ടൊന്നും അല്ല പോകുന്നത് അല്ലേ? അമ്മയടുത്ത് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ അബിയുടെ ഫ്ലെക്സ് ഒക്കെ അബിയുടെ നാട്ടിൽ കെട്ടി വെച്ചിട്ടുണ്ട്. അറിഞ്ഞായിരുന്നോ? കണ്ടായിരുന്നോ? പക്ഷെ അബി നേരിട്ട് കണ്ടില്ല. നേരിട്ട് പോയിട്ട് കാണാം. തിരിച്ചു പോയില്ല. 7 ഡിസ്ട്രിക്ട് കഴിഞ്ഞേ ഉള്ളൂ. കൂടെ. എനിക്ക് ഇതിനകത്തൂടെ പ്രേക്ഷകരോട് പറയാനായിട്ടുള്ളത്, ഈ ഒരു കഴിഞ്ഞ കുറേ നാളുകളായിട്ട് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് കുറേ ഞങ്ങളുടെ ക്ലിനിക്ക് വരുന്നുണ്ട്. അവരുടെ റിലേഷനിൽ ഒന്ന് ബ്രേക്ക് ആകുമ്പോഴത്തേക്കിന് അബി ഒന്നീ മയക്കുമരുന്നോ മദ്യം ഉപയോഗിക്കുക, അല്ലെങ്കിൽ സ്വയമായിട്ട് ഉപദ്രവിക്കുക, ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുക, ഇതൊക്കെയാണ്. പക്ഷേ അബി എടുത്ത ഒരു തീരുമാനം ശരിക്കും എന്നെ ഇൻസ്പയർ ചെയ്തു. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ബ്രേക്കപ്പ് ഉണ്ടാകാം, മനുഷ്യനല്ലേ. നമ്മളിതാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് വിൽ ഹാവ് എ ബെറ്റർ പേഴ്സൺ ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ, അല്ലെങ്കിൽ അയാൾക്ക് നമ്മളെല്ലായിരിക്കും വേറൊരാളായിരിക്കും വേണ്ടിയത്. നമ്മൾ തമ്മിൽ യോജിക്കേണ്ട ആളല്ലായിരിക്കാം. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. നമുക്ക് അതിനകത്തൊന്ന് പാഠം പഠിക്കാമെന്നുള്ളേ ഉള്ളൂ. പക്ഷേ ആ ഒരു വിഷമം തീർക്കാനായിട്ട് അബി ഒരു യുണീക്കായിട്ടുള്ള ഒരു യൂണിസൈക്കിൾ അത് ഓടിച്ചെന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ 14 ജില്ലകളിൽ കൂടെ പോവുകയാണ്, അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ. അടുത്ത എൻ്റെ ഒരു ചോദ്യം, ഈ കേരളത്തിൽ ഇപ്പോൾ 7 ജില്ലകൾ കഴിഞ്ഞല്ലോ, എന്തെങ്കിലും തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഒരു അനുഭവമില്ല. എല്ലാം പ്ലസ്സാ. ശരിക്കും എല്ലാവരും നല്ല സപ്പോർട്ടാ. MVD, പോലീസുകാർ എല്ലാവരും നല്ല സപ്പോർട്ടാ. പോലീസുകാരൊക്കെ എന്തോ പോലീസുകാർ പൈസ ഒന്ന് സപ്പോർട്ട് ചെയ്തവരുണ്ട്, വാക്കുകൾ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, പിന്നെ വെള്ളം വാങ്ങിച്ചു തരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ നല്ല സപ്പോർട്ടാ. പോലീസുകാരായാലും ശരി, നാട്ടുകാരായാലും ശരി. 7 ജില്ല കടന്നതിൽ 7 ജില്ലയിലുള്ള ആൾക്കാർ നല്ല സപ്പോർട്ടാ. എന്ന് പറഞ്ഞാൽ മലയാളികൾ നല്ല ആൾക്കാരാണ്. നല്ല ആൾക്കാരാണ് ശരിക്കും. പോലീസുകാർക്കൊക്കെ ഒരു പ്രത്യേക താങ്ക്സ്. ഒന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ നമ്മുടെ പോലീസുകാരൊക്കെ ഇഷ്ടംപോലെ കാണും ഈ വീഡിയോ അല്ലേ? കാണും. ഞാൻ അറിഞ്ഞത് ചില പോലീസ് വണ്ടിയൊക്കെ പോകുമ്പം അവർ തിരിച്ചു വന്നിട്ട് അബിയെ ഉള്ളതാ ചായ വാങ്ങിച്ചു തന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കഴിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ അങ്ങനെ അന്വേഷിച്ച് ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. കേരള പോലീസ് അടിപൊളിയാ. മലയാളികള് നല്ല ആൾക്കാരാണ്. നല്ല സപ്പോർട്ടുണ്ട്. ഞാനൊന്നും അങ്ങോട്ട് പോയി ചോദിക്കണ്ട, എല്ലാവരും ഇങ്ങോട്ടൊന്നും ചെയ്തു തരും. അതായത് സ്റ്റേയും കാര്യം അറേഞ്ച് ചെയ്ത് തരുന്ന ആൾക്കാരുണ്ട്, ഫുഡ് വാങ്ങിച്ചു തരുന്ന ആൾക്കാരുണ്ട്, പൈസ തരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ നല്ല സപ്പോർട്ടാണ്. ചില ആൾക്കാർ പറയുന്ന മലയാളികൾ കൊലയാളികളാന്നാ. അങ്ങനെയൊന്നുമില്ല, അടിപൊളിയാ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളികൾ ഭയങ്കര മനസ്സുള്ളവരാണ്. അതിൻ്റെ അറിഞ്ഞത് നമുക്ക് വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ, ആ സമയത്ത് ഒറ്റക്കെട്ടായിട്ട് നിന്ന് അല്ലേ പൊരുതി ജയിക്കുമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ ഒക്കെ ഉണ്ടാകുമ്പോഴത്തേനും നമ്മൾ ഒറ്റക്കെട്ടാണ്. പിന്നെ വളരെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കാര്യം അടിക്കുന്നവരൊക്കെ. പക്ഷെ അബിക്ക് ഒരു തിക്താനുഭവം ഈ 7 ജില്ലകളിൽ ഉണ്ടായിട്ടില്ല. ഇല്ല, ഇനി 7 ജില്ലയും കൂടെ കടക്കാനായിട്ടുണ്ട്. ആണ്, മലയാളികളെ ഇഷ്ടപ്പെട്ടു. അബി ശരിക്കും മലയാളിയാണോ തമിഴ്നാടുകാരനാണോ? ഞാൻ പ്രോപ്പർ ഇരിക്കുന്ന തമിഴ്നാട്ടിലാണ്. ജന്മന സംസാരിക്കുന്ന മലയാളമാണ്, പഠിച്ചത് തമിഴാണ്. ആണോ?
അപ്പം കേരളത്തിന്റെ ബോർഡറിലാണ് താമസിക്കുന്നത്. നിങ്ങളുടെ അവിടെയെല്ലാം ഗ്രാമത്തിൽ മലയാളം സംസാരിക്കുന്നത്? എല്ലാവരും മലയാളം സംസാരിക്കുന്നത്. അപ്പം ജന്മം കൊണ്ട് തമിഴാണ്, പക്ഷെ ഭാഷ കൊണ്ടും മറ്റ് സംസ്കാരം കൊണ്ടും മലയാളിയാണ്. അത് ശരി, ഓക്കെ, വണ്ടർഫുൾ. എന്താണ് ലക്ഷ്യം? എന്താണ് ഇങ്ങനെ പോകുമ്പോഴത്തേക്കിന് ആൾക്കാർ അറിയുന്നു, അറ്റൻഷൻ കിട്ടുന്നു, ഇത് ഈ ഒരു സീസൺ ഞങ്ങൾ ഫിനിഷ് ആകുവാണോ, അതോ ഇനി എന്താണ്? ഇനിയും എനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പം ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഇൻകം വരാൻ കണക്കിനുള്ള എന്തെങ്കിലും ബിസിനസ് സോഴ്സ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം വീണ്ടും ട്രാവലിംഗ് ആണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള വിറക് കച്ചവടത്തെ എക്സ്പാൻഡ് ചെയ്യണോ അതോ വേറെ എന്തെങ്കിലും ബിസിനസ് ആണോ? ഒരുപാട് ഐഡിയാസ് ഉണ്ട്. അപ്പം ഏതാണെന്ന് ചൂസ് ചെയ്തിട്ടില്ല. യൂണിസൈക്കിളിന്റെ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. യൂണിസൈക്കിൾ മാനുഫാക്ചർ നമ്മുടെ ഇന്ത്യയിലില്ല. അപ്പം അതിന്റെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരുപാട് ഐഡിയാസ് ഉണ്ട്. അപ്പം ഈ സൈക്കിളിനെ ഹാൻഡിലില്ല, ബ്രേക്ക് ഇല്ല, ബെല്ലില്ല, ചെയിൻ ഇല്ല, ഒരു വീലില്ല, ക്യാരിയർ ഇല്ല, ഒന്നുമില്ല. ഇതെങ്ങനെ ഇത് ബാലൻസ് ചെയ്ത് ഓടിക്കുകയൊക്കെ ചെയ്യും? ബാലൻസ് പ്രാക്ടീസാണ്, അത്രേ ഉള്ളൂ. നമുക്ക് ഏതൊരു കാര്യമായാലും പ്രാക്ടീസിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ആദ്യമൊക്കെ ഭയങ്കര ഇതുകൊണ്ടായിരുന്നു പഠിക്കുമ്പോൾ. പിന്നെ ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെ പതുക്കെ പഠിച്ചെടുത്തു. അതിൻ്റെ അർത്ഥം ഈ ലോകത്തിൽ മനുഷ്യനെ കൊണ്ട് സാധിക്കാൻ മേലാത്തതായിട്ട് ഒന്നുമില്ല അല്ലേ? നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ആഞ്ഞ് ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റാത്ത ഒന്നുമില്ല ഈ ലോകത്ത്. അബിക്ക് ഇപ്പോൾ 20 വയസ്സാണ്. 20 വയസ്സാണ്. എൻ്റെ മൂത്ത മോന് 15 വയസ്സുണ്ട്. 15 വയസ്സുള്ള ടീനേജറേക്കാൾ ഒരു 5 വയസ്സ് മൂത്ത, അത്രേ ഉള്ളൂ. അബിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം ടീനേജ് അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അബി 20 വയസ്സിന് താഴെയുള്ള ടീനേജേഴ്സിനോട് അബിക്ക് എന്താ പറയാനുള്ളത്? നിങ്ങളെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. നാളെ നിങ്ങളെ തിരിച്ചറിയാനുള്ള എന്തെങ്കിലും ഒരു സ്കില്ല് നിങ്ങളിൽ സെറ്റാക്കുക, അത്രേ ഉള്ളൂ. അതാണ് എന്ന് പറഞ്ഞാൽ ഓർഡിനറി ആയിട്ട് ജീവിച്ച് മരിക്കല്ലേ, എക്സ്ട്രാ ഓർഡിനറി അത്രേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഈ ടീനേജിലാണല്ലോ ഇതൊക്കെ പഠിച്ചത്. എന്നിട്ട് ഇപ്പോഴാണ് ഇത് വെളിലോട്ട് ഇറങ്ങുന്നത് ഇതുമായിട്ട്. 20 വയസ്സിന് മേളിലുള്ള ആൾക്കാരുണ്ടല്ലോ, അവരോട് തന്നെ ആപിക്കുവാനാണ്. വെറുതെ സമയം കളയല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക. നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇറക്കത്തൊന്നുമില്ലല്ലോ, ശ്രമിച്ചാൽ കിട്ടും. പിന്നെ നിങ്ങൾ സമയം വേസ്റ്റ് ആക്കിയിട്ട് പിന്നെ നിങ്ങൾ ഫീൽ ചെയ്യരുത് എൻ്റെ സമയം പോയി. കുറേ ആൾക്കാരുണ്ട് ഒരു പണിയും ചെയ്യാതെ ഇങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ? അവർക്കത് ഓക്കെ ആണെങ്കിൽ അവർ ഇരുന്നോട്ടെ, പിന്നെ പക്ഷെ ഫീൽ ചെയ്യരുത്, അത്രേ ഉള്ളൂ. നമ്മൾ വെറുതെ ഇരിക്കാനായിട്ടല്ലല്ലോ നമ്മൾ ജനിച്ചേ. ചിലവർക്ക് അതായിരിക്കും കംഫർട്ട്. അല്ല, കംഫർട്ട് സോൺ ഈസ് ദ കില്ലിംഗ് സോൺ എന്ന് പറയുന്നത്. നമ്മളെപ്പോഴാണ് ഇപ്പം അബിക്ക് കംഫർട്ട് വീട്ടിൽ ഇരിക്കുന്നല്ലേ, ഇപ്പം എന്താണ്ട് 500 രൂപയും പിടിച്ചു. ഇതൊക്കെ ആഗ്രഹമാണ്. ഞാനപ്പോൾ വീട്ടിൽ ഇരുന്ന് ഞാൻ ഫീൽ ചെയ്യും, എന്നെ കൊണ്ട് ഇത് ചെയ്തില്ലല്ലോ. അപ്പോൾ ചിലവർക്ക് ആ ഒരു ഇതായിരിക്കും ആഗ്രഹം, ഫ്രണ്ട്സായിട്ട് നടക്കുന്നത്, സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ചെയ്യാനില്ല. സോ ജോലി ഇല്ലെന്നും പറഞ്ഞുകൊണ്ടൊന്നും ഗവൺമെന്റിനെ പഴിച്ചും അല്ലേ, നമ്മുടെ സംസ്കാരത്തെ പഴിച്ചും കാലാവസ്ഥയെ പഴിച്ചും ഒന്നും ഇരിക്കല്ലേ. നമുക്ക് എന്തും ചെയ്യാനുള്ള വലിയ സ്വാതന്ത്ര്യം, ശരിക്കും പറഞ്ഞാൽ എന്ത് സ്കില്ല് വേണേലും ഏത് ടൈപ്പ് ബിസിനസ് വേണേലും ലീഗലി ഉള്ളതൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്. നമുക്ക് എന്തും ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കാസർഗോഡ് ചെല്ലുന്നു, അവിടുന്ന് തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോകും, വീട്ടിലേക്ക് പോകും. അതെങ്ങനെയാ പോകുന്നത്? ബസ്സിലാണോ അതോ? ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ചവിട്ടി പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട്. പ്ലാൻ ചെയ്തിട്ടില്ല. ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. അപ്പം അതിനു വേണ്ടി ഒന്ന് ചോദിച്ചിട്ടുണ്ട് ഒരാളടുത്ത്. അതായത് തിരിച്ച് ഷോർട്ട് ടൈമായിട്ട് നാട്ടിൽ പോയി എത്താൻ കണക്കിനുള്ള. ഈ യൂണിസൈക്കിളിലെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് എടുത്തവരുടെ എന്തെങ്കിലും സെർച്ച് ചെയ്തിട്ടുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ? അല്ല, ഇതുവരെ എൻ്റെ കേട്ടറിവിൽ ആരും ഇല്ല. ഇല്ല, ഇന്ത്യയിൽ ഇല്ല. പക്ഷെ നമുക്ക് സാധ്യതകളുണ്ട്. അപ്പം അതിൻ്റെ ലീഗലിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചൊന്ന് മനസ്സിലാക്കി അല്ലേ, ഗിന്നസ് വേൾഡ്. അപ്പം നമുക്കിനി നമ്മുടെ പേരെ മാറുക, ഗിന്നീസ് അബി എന്നാകുക. അതിലേക്ക് കയറട്ടെ. വീട്ടിൽ ചെന്നതിന് ശേഷം അടുത്ത പ്ലാൻ എന്തുവാ? വീട്ടിൽ പോയ ശേഷം അടുത്ത പ്ലാൻ അച്ഛനും അമ്മയും കൊണ്ട് താജ്മഹൽ കാണാൻ പോകണം. അതാ അടുത്ത പ്ലാൻ. അച്ഛനെ അമ്മ കൊണ്ട് താജ്മഹൽ എന്ന് പറയാൻ റീസൺ എന്നാ? താജ്മഹൽ അത് പണ്ട് ഒരു ദിവസം എൻ്റെ ഗേൾഫ്രണ്ടായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അവളായിട്ട് മാത്രമേ ആദ്യം പോകുന്നുള്ള ആ ഒരു ടൈം സ്കൂൾ പീരീഡായിരുന്നു. അപ്പം അതിനൊന്നും ബ്രേക്കാക്കി അച്ഛനും അമ്മയും നമ്മളാക്കി. ബ്രേക്കപ്പ് ആയപ്പോൾ ഇപ്പം ഗേൾഫ്രണ്ട് ഇല്ല? ഇല്ല. പക്ഷേ അതിനൊരു അച്ഛനും അമ്മയാക്കി. അച്ഛനും അമ്മയാക്കി. അവർ കഴിഞ്ഞിട്ട് മതി, ബാക്കിയില്ല. അടിപൊളി. പക്ഷെ അന്ന് അത് ഓർത്തില്ല. അപ്പോൾ ഈ ബ്രേക്കപ്പ് നന്നായി. നമ്മുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ ഇവിടെയുള്ള യങ്സ്റ്റേഴ്സ് എല്ലാം കേൾക്കേണ്ട കേട്ടോ. നിങ്ങൾക്ക് ദൈവത്തെ നേരിട്ട് കാണണമെങ്കിൽ, തൊടണമെങ്കിൽ, ദൈവത്തിനൊരു കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണമെങ്കിൽ അമ്മയ്ക്കൊരു ഉമ്മ കൊടുത്താൽ മതി. കറക്റ്റാ അല്ലേ? കറക്റ്റ്. നമ്മുടെ കാണപ്പെട്ട ദൈവമാണ് അമ്മ. നമുക്ക് ദൈവത്തെ ഒന്ന് ബഹുമാനിക്കണം എന്നുണ്ടെങ്കിൽ അച്ഛനെ ബഹുമാനിച്ചാൽ മതി. ദൈവത്തിന് കാശ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് കാശ് കൊടുത്താൽ മതി. ഞാൻ അങ്ങനെയൊക്കെ പറയാം. അതൊക്കെ എന്തുമാത്രം ശരിയാണെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ശരിയാണ്. എനിക്ക് ഭയങ്കര ബഹുമാനം അബി അമ്മയ്ക്കും അപ്പനും ഒക്കെ വലിയ വാല്യൂ കൊടുക്കുന്നു. ഇതൊരു വലിയ സന്ദേശം കേട്ടോ. അമ്മയും അപ്പനെയും കൊണ്ട് താജ്മഹലിൽ പോയിട്ട് സെൽഫി എടുത്തിട്ട് എനിക്ക് അയച്ചു തരണം. അടുത്തായിട്ട് അപ്പനും അമ്മയായിട്ട് താജ്മഹലിൽ പോകുന്നു, തിരിച്ചു വരുന്നു. എന്നിട്ട് ഇപ്പം കേരളം കവർ ചെയ്തല്ലോ, ഇനി എന്തുവാ അടുത്ത്? ഓൾ ഇന്ത്യ പോകണമെന്ന് പ്ലാനുണ്ട്.
യൂണിസൈക്കിളിൽ തന്നെ. പിന്നെ ഇന്റർനാഷണൽ ട്രിപ്പൊക്കെ യൂണിസൈക്കിളിൽ തന്നെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അത് ഇപ്പോഴല്ല, കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞതിന് ശേഷം. ഓൾ ഇന്ത്യ ആണ് അടുത്ത പ്ലാൻ. അത് നടക്കും? ഉറപ്പാ? അത് നടക്കും. നടക്കും. എവിടെ നിന്ന് കിട്ടി ആത്മവിശ്വാസമൊക്കെ? അതൊക്കെ ഉണ്ട്. എന്തും ചെയ്യാന്നുള്ള ധൈര്യമുണ്ട്. നമ്മളെ കൊണ്ട് മനുഷ്യനായിട്ട് ജനിച്ചാൽ എന്തും ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ. ഇനിയും ഇതിനകത്ത് കാണുന്ന ചലഞ്ചസ് എന്തൊക്കെ? ഇപ്പം ഈ സീറ്റേ കയറിയിരിക്കുന്നു, ഈ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ ആണോ ഇതിനു വേണ്ടി ഫിറ്റ് ആയിട്ടുള്ള? ഇങ്ങനെയാണോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്? ഇല്ല, ഇങ്ങനെയൊന്നും അല്ല ഇറങ്ങുന്നത്. നോർമൽ ഒരു ബനിയനും പാൻറ്റൊക്കെ ഇട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ വഴി ആൾക്കാർ എന്ന സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും പ്രൊഫഷണൽ ആവാൻ പറ്റിയത്. ഇനി സൈക്കിൾ കൂടെ ഒന്ന് പ്രൊഫഷണൽ ആക്കാണ്ട്. സൈക്കിളിന്റെ സീറ്റൊക്കെ കീറിയൊക്കെ ഇരിക്കുക. ഇത് പഠിച്ചതൊക്കെ ഇതിലാ. അപ്പം തറയെ വീഴുന്നു, അങ്ങനെ കയറിയ. ഈ നേരെ ഇരിക്കുന്ന ഈ സീറ്റിൽ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് ബാക്കൊക്കെ വേദന എടുക്കത്തില്ലേ? എനിക്ക് പ്രാക്ടീസ് ഉണ്ട്. നോർമൽ ഇപ്പം ഇതിൽ പേട് വെച്ചിട്ടുള്ള ഇതാണ്. അല്ല, ഇപ്പം മേടിച്ചല്ലേ ഈ ഡ്രസ്സ്? ഇപ്പം മേടിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിനോ? ആദ്യമൊക്കെ പെയിൻ ഉണ്ടായിരുന്നു 2 ദിവസം, പിന്നെ ഒക്കെ ഓക്കെ. എന്നിട്ട് ഇതാരെങ്കിലും മേടിച്ചെന്നാണോ ഈ ഡ്രസ്സൊക്കെ? എല്ലാം പൈസ തന്ന ആൾക്കാർ പൈസ തന്നപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ ഹെൽമെറ്റ്, ടെന്റ് ഇതൊക്കെ ആൾക്കാർ സ്പോൺസർ ചെയ്തതാണ്. ടെന്റൊക്കെ ഉണ്ട്? ടെന്റൊക്കെ ഉണ്ട്. അപ്പൊ ഈ കിടക്കുന്നൊക്കെ എവിടാവോ? കിടക്കുന്നൊക്കെ സ്ട്രേഞ്ചേഴ്സിന്റെ വീട്ടിലാണ്. ഇതുവരെയും ടെന്റ് പൊളിക്കേണ്ട വന്നിട്ടില്ല. നമ്മളെ കേരളത്തിൽ ഏറിയതിനു ശേഷം ടെന്റ് എടുത്തിട്ടേ ഇല്ല. വാ, വണ്ടർഫുൾ. എപ്പോഴാ? പകലാണോ ചവിട്ടുന്നത്? രാത്രിയിൽ മുതൽ ചവിട്ടുമോ? രാത്രി സ്റ്റോപ്പ് ചെയ്യും. ഒരു 6 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യും. ഇരുട്ടി കഴിഞ്ഞാൽ വണ്ടിക്കാർക്ക് ബുദ്ധിമുട്ടാവും, ലൈറ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പം 6 മണിയൊക്കെ കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ചവിട്ടത്തില്ല. ഇപ്പൊ ഈ ഓരോരുത്തർ വീട്ടിലൊക്കെ കൊണ്ടുപോയി കിടത്തുവോ? അവർ വന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ നല്ല സപ്പോർട്ടാണ്. ഇപ്പൊ എത്ര ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇന്ന് 18 ദിവസമായി. എറണാകുളത്ത് 18 ദിവസമായി. അതിന് ഇത്രയും താമസിക്കുമോ? അല്ല, പെട്ടെന്ന് ഞാൻ പതുക്കെ പോകുന്നുള്ളൂ. സ്ഥലങ്ങളൊക്കെ കണ്ടു, ചില്ല് ചെയ്തിരുന്നു, എല്ലാവരോടും സംസാരിച്ചു, അങ്ങനെ ധൃതി ഇല്ലാതെയാണ് പതുക്കെ പോകുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എത്താം. ഈ 18 ദിവസത്തിനകത്തെ ഒരു ദിവസം മാക്സിമം എത്ര കിലോമീറ്റർ ചവിട്ടിയിട്ടുണ്ട്? ഒരു 50 കിലോമീറ്റർ ചവിട്ടിയിട്ടുണ്ട് ഒരു ദിവസം. ഫസ്റ്റ് ഡേക്ക് 50 കിലോമീറ്റർ ചവിട്ടിയിട്ടുണ്ട്. പിന്നെ ഉള്ള നോട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണുക, നോക്കുക, ആൾക്കാരുടെ സംസാരിക്കുക, അങ്ങനെ ആ ഒരു രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ 18 ദിവസം 18 രാത്രികൾ ഏതെങ്കിലും രാത്രി ഒരു പേടി തോന്നിയ രാത്രി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പേടിയില്ല. നമ്മുടെ കേരളമല്ലേ. അല്ല, ഒറ്റയ്ക്ക് എല്ലാ ദിവസവും വീടുകളിലാണോ കിടന്നത് അതോ? അല്ല, വീടുകളിൽ. ഒരു ദിവസം ഒരു പഴയ ഒരു വീട്ടിലായിരുന്നു. ഒന്നും പേടിയൊന്നുമില്ല നമുക്ക് മനസ്സിൻ്റെ അകത്ത്. പഴയ വീടെന്ന് പറഞ്ഞാൽ ഒരു 100 വർഷം പഴക്കമുള്ള ഒരു വീടാണ്. ചുറ്റിലും വീടുകളൊന്നും ഇല്ല, വേറെ വീടുകളൊന്നും ഇല്ല. ആ വീട്ടിൽ വേറെ ആരുമില്ല? ആ വീട് ഒരാളെ പഴയ ഒരു വീടായിരുന്നു. അപ്പൊ അവിടെ ആയിരുന്നു സ്റ്റേ. എന്നിട്ട് പേടിച്ചൊന്നുമില്ല? ഇല്ല, പേടിയൊന്നുമില്ല. ഒന്നിനും പേടിയില്ല? ഒന്നിനും പേടിയില്ല. അടിപൊളി. നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇപ്പൊ ഈ മഴക്കാലം അല്ലേ, അപ്പൊ എങ്ങനെയാ യാത്ര? വലിയ മഴയൊക്കെ ആണെങ്കിൽ ഒതുങ്ങി നിൽക്കും. ചെറിയ മഴയൊക്കെ ആണെങ്കിൽ കാറ്റില്ലാതിരുന്ന കുട പിടിച്ച് ചവിട്ടാം. കുടയുണ്ട്. ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമം, ബ്രേക്കപ്പ് പെയിൻ മനസ്സിലാക്കാം. അതല്ലാതെ ഏറ്റവും വലിയ ചലഞ്ചസ് എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്? വേറെ ചലഞ്ചസ് ഒന്നുമില്ല. അത് മാത്രമേ ലൈഫിൽ നടന്ന വലിയൊരു. ആണോ? ഇനി അങ്ങോട്ട് കാസർഗോഡോട്ട് പോകുമ്പോഴത്തേക്കിനെ എന്തൊക്കെയാ പ്രതീക്ഷ? ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്താൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. യാത്ര ചെയ്യുക, സ്ഥലങ്ങളൊക്കെ കാണുക, ഒരുപാട് ആൾക്കാരായിട്ട് പരിചയപ്പെടുക, അതൊക്കെ എൻ്റെ ലക്ഷ്യം. ആണോ? ഇപ്പം നമ്മുടെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ഇപ്പം മയക്കുമരുന്ന് യൂസ് ചെയ്യുന്നവരൊക്കെ എടുത്ത് പൊക്കുക അല്ലേ? ഒരു 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരെന്ന നിലയ്ക്ക് ഈ മദ്യവും മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? അതൊരു ടൈം വേസ്റ്റ്, മണി വേസ്റ്റ് ഒക്കെയാണ്. അതിന് പകരം നമുക്ക് എന്തെങ്കിലും സ്കില്ല് പഠിക്കാം. അവർക്കുള്ള ഇഷ്ടമുള്ള, എല്ലാവർക്കും ഓരോന്നിലായിരിക്കില്ല താല്പര്യം. ഓരോരുത്തർക്കും ഓരോന്നിലായിരിക്കും താല്പര്യം. അത് കണ്ടുപിടിച്ച് പഠിക്കുക. നമുക്ക് എന്ത് കാര്യമായാലും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും, അത് ഉറപ്പാണ്. നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും, ഉറപ്പാണ്. അപ്പം നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക, അത്രയാണ് പറയാനായിട്ടുള്ളത്. ഇപ്പം 20 വയസ്സുള്ള അബിയാണ്. ഒരു 25 വയസ്സാകുമ്പോഴത്തേക്കിനെ അപ്പോൾ ഒരു ഗിന്നീസ് അബി എന്നൊക്കെ പറയാനായിട്ട് പറ്റുമോ? പറ്റും, തീർച്ചയായിട്ടും പറ്റും. ഉറപ്പാണ്. അന്നേരം ഒരു 25 വയസ്സൊക്കെ ആകുമ്പം എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത് ഒരു 5 വർഷം കൂടെ കഴിയുമ്പോൾ? ബിസിനസ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. അതിന് മുന്നേ ആയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻകം വരാൻ കണക്കിനുള്ളത് സെറ്റാക്കും. പിന്നെ ട്രാവലിംഗ് ആയിരിക്കും. എനിക്ക് മെയിനായിട്ട് ഇഷ്ടമുള്ള ട്രാവലിംഗ് ആണ്. ഈ ട്രാവൽ ചെയ്യുമ്പോൾ എന്തോ ഏറ്റവും സന്തോഷം? സ്ഥലങ്ങൾ കാണുന്നതാണോ, ആൾക്കാരെ കാണുന്നതാണോ? നല്ല നല്ല ആൾക്കാരെ കാണുന്നതാണ് സന്തോഷം. സ്ഥലങ്ങൾ കാണുന്നത് സന്തോഷമാണ്, ബട്ട് നല്ല നല്ല ആൾക്കാരെ കാണുന്നത് അതിനേക്കാളും ഭയങ്കര സന്തോഷമാണ്. ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ നമുക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു തരുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് നമ്മുടെ കേരളത്തൊക്കെ. അബിക്ക് ഈ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് താല്പര്യം? സമൂഹത്തോട് എന്ത് ചെയ്യാനുള്ള താല്പര്യം, അതായത് കഷ്ടപ്പെട്ട് കിടക്കുന്നവരെയൊക്കെ സഹായിക്കുന്ന ആഗ്രഹമുണ്ട്. അതായത് നല്ല പടുകുഴിയിൽ കിടക്കുന്ന ആൾക്കാർക്ക് ഉണ്ടല്ലേ, അതായത് വീടൊന്നും ഇല്ലാതെ, അവർക്കൊക്കെ കുറച്ചൊന്ന് ഡെവലപ്പ് ചെയ്ത് കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ബിസിനസ് തുടങ്ങുന്നത്. അതിനകത്തൂടെ കിട്ടുന്ന ഇൻകം കൊണ്ടൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന ആൾക്കാരെ നമ്മൾ ചെയ്തു കൊടുക്കും. അതെ, അല്ല നമുക്ക് ലോകം മുഴുവൻ നന്നാക്കാൻ ഒക്കത്തില്ല, നമുക്ക് പറ്റുന്ന ആൾക്കാരെ ചെയ്യാന്നുള്ളതാണ്. സോ ഈ യാത്ര നന്നായിട്ട് അങ്ങോട്ട് പോകട്ടെ. കാസർഗോഡ് ചെന്നതിന് ശേഷം അറിയിക്കണം കേട്ടോ. അബിയെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു മലയാളി സമൂഹം
ഉണ്ട്, ഇനി അങ്ങോട്ട് വർദ്ധിക്കുകയാണ്. വർദ്ധിക്കുകയാണ്. ഇത് ആദ്യത്തെ പോഡ്കാസ്റ്റ് ആണല്ലോ പറഞ്ഞേ. ആ. ഇനി അബിക്ക് അങ്ങോട്ട് ഇന്റർവ്യൂവിന്റെയും പോഡ്കാസ്റ്റിന്റെയും ഒക്കെ പെരുമഴയായിരിക്കും. പത്രത്തിലൊക്കെ വന്നല്ലോ, വന്നായിരുന്നു. ന്യൂസ് ചാനലിലൊക്കെ വന്നു. ഇനിയും ന്യൂസിനകത്തൊക്കെ നിറഞ്ഞു നിൽക്കട്ടെ. അബി ഉയരങ്ങളിലേക്ക് പോട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.